നമോ നമ. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഒന്ന് എന്ന് പറയുന്നതും അനന്തം എന്ന് പറയുന്നതും ഏകമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് ബ്രഹ്മാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവസ്ഥ എന്ന് പറയുന്നത് അനന്തം എന്ന് പറയുന്നതും അനന്ത എണ്ണം എന്ന് പറയുന്നതും ഒരു എണ്ണം എന്നൊക്കെ പറയുന്നതും ഒന്നായിട്ടിരിക്കും. അതിന് പിന്നൊരു ക്വാളിറ്റി എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അനന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്തം ഇല്ലാത്തതെങ്കിൽ ബൗണ്ടറി ഇല്ലാത്തത് എന്ന് വരും. അപ്പോൾ ബൗണ്ടറി ഇല്ലാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈശാല്യത്തിന് ആണ് സൂചിപ്പിക്കുന്നത്. വിശാലമായിട്ട് എവിടെ അതിനൊരു അവസാനമില്ല, അന്തമില്ല, അനന്തമാണ്, അതിന് ബൗണ്ടറി ഇല്ല. അപ്പോൾ വിശാലമായിട്ട് പരിധികളില്ലാതെ പോകുന്ന ഒരവസ്ഥ, അത് അതിനും ഈ പറഞ്ഞ പോലെ രണ്ടവസ്ഥ അവിടെയും വരും. എന്താണ് ശൂന്യം എന്ന് പറഞ്ഞാൽ പരിധിയില്ലാതെ വരുമ്പോഴാണ് എന്താകുന്നത്, ശൂന്യമായിട്ട് വരുന്നത്. ശൂന്യം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതായാലും അത് നമ്മളുടെ ബുദ്ധി കൊണ്ട് എത്ര, അല്ലെങ്കിൽ താത്വികമായിട്ട് എത്ര ചെറുത് എന്ന് കണക്ക് കൂട്ടിയാൽ നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ ചെറുതൊന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല. നമുക്കൊരു സെല്ല് എന്ന് പറയുന്നതൊന്നും കാണാൻ പറ്റുകയില്ല, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നൊന്നുമല്ല. ഒരു സെല്ല് എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിലെ കോശമാണ് പറഞ്ഞത്. ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ അതൊരു സെല്ലെന്നാണ് പറയണത്. അതിനല്ല, നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ളൊരു സെല്ലെടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെയൊന്നും കാണാൻ പറ്റുകയില്ല. അപ്പോൾ അത് വളരെ വളരെയധികം ആറ്റങ്ങൾ കൂടിയാണ് സെല്ലുണ്ടാകുന്നത്. ആ ആറ്റങ്ങൾ കൂടി മോളിക്യൂൾ ഉണ്ടാകും. ആ മോളിക്യൂൾസ് ഇഷ്ടം പോലെ കൂടിയാണ് സെല്ലുണ്ടാകുന്നത്. അപ്പോൾ ഈ മോളിക്യൂൾസും നമുക്ക് കാണാൻ പറ്റുകയില്ല. ആറ്റം നമുക്ക് നമ്മളുടെ ഒരു എക്വിപ്മെന്റ്സ്, മൈക്രോസ്കോപ്പ് അങ്ങനെയുള്ള അതുപോലുള്ള എക്വിപ്മെന്റ്സ് ഉപയോഗിച്ചും ആറ്റത്തിനെയൊന്നും കാണാൻ പറ്റുകയില്ല. പിന്നെ നമ്മൾ ആറ്റത്തിന്റെ പടങ്ങളൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതൊക്കെ നമ്മളുടെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി അതിന്റെ റിസൾട്ട് വന്നിട്ട് അന്ധൻ വഴി കണ്ടുപിടിക്കുന്നത് പോലെ തട്ടി തട്ടി ചെല്ലുമ്പോൾ അവിടെ ഒരു ഭിത്തി കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഇവന്റെ വഴിക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് ഭിത്തിയുണ്ട് എന്നങ്ങോട്ട് കണ്ടതാണ്, അല്ലാതെ കണ്ടിട്ടല്ല. അതുപോലെ നമ്മളുടെ ഓരോ പരീക്ഷണങ്ങളിൽ നിന്ന് വരുന്ന റിസൾട്ട് അനുസരിച്ചിട്ടാണ് അവിടെ ഉണ്ട് എന്ന് കാണുന്നത്. അങ്ങനെ കണ്ടാണ് അതിന്റെ ഷേപ്പൊക്കെ ഇങ്ങനെയായിരിക്കും എന്ന് ഒരു അസംഷൻ മാത്രമാണ് ഇവിടെ നടത്തുന്നത്. ആറ്റത്തിന്റെയും ഒക്കെ ആ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ധാരണ ഇങ്ങനെയാണ്. നമ്മളുടെ ഓരോ പരീക്ഷണങ്ങളും നമ്മൾ മെഷീനറി വെച്ചിട്ട്, അതും നമ്മൾ നേരെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതുമല്ല. മെഷീനറിയുടെ ടൂൾസ്, നമ്മളുടെ ടൂൾസ് ഉപയോഗിച്ചിട്ടാൽ ടൂൾസിനെ കൊണ്ട് ഡിറ്റക്റ്റ് ചെയ്യിച്ച് ആണ്. അല്ലാണ്ട് നമുക്ക് അത് നേരിട്ട് ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ പല വിധത്തിൽ അതിനെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു നിഗമനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒരു ചെറിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബൗണ്ടറി ഉണ്ടെന്ന അർത്ഥം. എത്ര ചെറുതാണ്, നമുക്ക് ഇമാജിനറി ആയിട്ട് എത്ര, അതിന് നമുക്ക് നമ്മളുടെ താത്വികമായിട്ട് 10⁻�0 എന്ന് വരെ പറയാം. സീറോ എന്ന് പറഞ്ഞാൽ ശൂന്യതയോട് അടുത്ത് നിൽക്കുന്നത് എന്ന് പറയാം. അപ്പോഴും എന്താണ്, അത് ശൂന്യമല്ല, ബൗണ്ടറി ഉണ്ട് എന്നർത്ഥം. ബൗണ്ടറി ഇല്ലാതെ വരുമ്പോഴാണ് ശൂന്യം എന്ന് പറയുന്നത്. ബൗണ്ടറി ഇല്ലാതെ വന്നാൽ എന്താണ്, ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അന്തമാണ്, അവസാനിക്കണം, ഇത്ര ഏരിയ ആയാലും ഇങ്ങനെ അവസാനിക്കുന്നതാണ് ഒരു ബൗണ്ടറി. അപ്പൊ ബൗണ്ടറി എത്ര ചെറുത് എന്നുള്ളതിനനുസരിച്ച് ചെറുത്
അതിസൂക്ഷ്മം, സൂക്ഷ്മാത് സൂക്ഷ്മം എന്നൊക്കെ പറഞ്ഞാലും എത്ര ചെറുതെന്ന് പറഞ്ഞാലും അതിന് ബൗണ്ടറി ഉള്ളിടത്തോളം കാലം അത് ശൂന്യം എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ശൂന്യത്തിന് ബൗണ്ടറി ഉണ്ടാകാൻ പാടില്ല. ആ ബൗണ്ടറി ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ എന്തെന്നാണ് നേരത്തെ പറഞ്ഞത്? അനന്തം എന്ന് പറഞ്ഞു. അനന്തം, ബൗണ്ടറി അന്തമില്ല അത്. പക്ഷെ നമ്മൾ അനന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബൃഹത്തെന്നാണ് പറയുന്നത്. വലിപ്പം വളരെ വലുതായി എന്നാണ്. അന്തമില്ലാതെ അങ്ങനെ ഒരു ബൗണ്ടറി ഇല്ലാതെ പോകുന്നു. വൈശാല്യമാണ് നമ്മളുടെ ബുദ്ധിയിലേക്ക് ഉടനെ വരുന്നത്. വാസ്തവത്തിൽ അപ്പോൾ ഈ വിശാലത എന്ന് പറയുന്നത്, അനന്ത വിശാലത എന്ന് പറയുന്നതും അനന്ത ശൂന്യം എന്ന് പറയുന്നതും ഒന്നാണ് എന്നർത്ഥം. അത് ഒരവസ്ഥ, അതിനെ മാത്രമേ ഒന്ന് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അനന്തമായ ശൂന്യതയും അനന്ത വൈശാല്യതയും ഒന്നായിരിക്കുന്ന ആ അവസ്ഥയാണ് ഒന്ന്, അല്ലെങ്കിൽ ഏകം, അല്ലെങ്കിൽ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ മറ്റൊന്ന് എന്നുള്ള ഒരു അവസ്ഥ ഇല്ല. അപ്പോൾ എന്തു പറ്റി? അപ്പോൾ അവിടെ പ്രകൃതി, പ്രപഞ്ചം, ഈശ്വരൻ, മനുഷ്യൻ, മൃഗം, ഇതൊന്നും അങ്ങനെയുള്ള പ്രപഞ്ചം എന്നുള്ളൊരവസ്ഥ ഇല്ല. പ്രപഞ്ചങ്ങൾ എന്നൊരവസ്ഥ ഇല്ല. മനസ്സിലാണ്ട? പ്രപഞ്ചം എന്ന് പറഞ്ഞാലും പ്രപഞ്ചങ്ങളെന്ന് പറഞ്ഞാലും ഒന്നും ഇല്ല. എന്താണ്? പ്ലൂറലായിട്ട് പിന്നെ വരാൻ പറ്റുള്ളൂ. ഇതെന്താണ്? ഏകമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന്, നമുക്കിപ്പം എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നത് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താ കാര്യം? ഉണ്ടല്ലോ ഇവിടെ. നമ്മൾക്ക് ഞാനുണ്ട്, എനിക്ക് അനുഭവവുമുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം എന്നുള്ള ഒരു കാര്യം ഇവിടെ വന്നപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ എന്നൊരു അനുഭവിയും ഉണ്ട് എന്ന് മനസ്സിലായി. അനുഭവമാണോ അനുഭവിയാണോ ആദ്യം ഉണ്ടായത് എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. പിരിഞ്ഞാൽ അനുഭവിയും അനുഭവവും ഒന്നിച്ചേ ആകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഒരവസ്ഥയിൽ അനുഭവവുമില്ല അനുഭവിയും ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകാവസ്ഥയാണ്. അപ്പോൾ അനുഭവവും അനുഭവിയും ഉണ്ട്. അനുഭവി എന്ന് പറയുന്നത് അനുഭവിക്കുന്നവനെയാണ് അനുഭവി എന്ന് പറയുന്നത്. എന്താണ് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാലോ, ഇന്നത് എന്ന് പറയാൻ പറ്റില്ല. ചുറ്റുമായിട്ട് പലതായിട്ടാണ് അനുഭവിക്കുന്നത്. ആ പലതിന് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാലോ അതും പറയാൻ പറ്റുകയില്ല. എത്രയാണ് നമുക്ക് അനുഭവിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആള് കൂടിയിട്ടുണ്ട് എന്ന് നമ്മളൊരു ഭയങ്കര തിരക്കുള്ള സ്ഥലത്ത് ചെന്നിരിക്കുകയാണ്. അവിടെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ നമ്മളെ ചുറ്റുമായിട്ട് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവിടെ എത്ര ആളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് മുമ്പിൽ കാണാവുന്ന ആളുകൾ എന്താണ്, ഒരു 10-20 പേര് കാണുമായിരിക്കും. പക്ഷെ അവിടെ കൂടിയിരിക്കുന്നത് എത്ര ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്താ കാര്യം? എനിക്ക് ചുറ്റുമായിട്ട് എന്നെ സ്പർശിച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുന്ന കുറച്ച് പേരും ബാക്കി അതിന്റെ പുറകെ നിൽക്കുന്നവരുടെ തോളോ തലയോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ചെറിയ ഭാഗങ്ങളും ഒക്കെ കണ്ടിട്ടാണ് എണ്ണി ഒരു 20 പേരെന്ന് പറഞ്ഞത്. 20 പേരെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഇവരെക്കാൾ കൂടുതൽ പൊക്കം ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ദൂരത്തേക്ക് കാണാം. ഇതങ്ങനെയല്ല. എനിക്ക് ഇവരെക്കാൾ പൊക്കം കൂടുതലൊന്നുമല്ല, എനിക്ക് ഇവരെക്കാൾ പൊക്കം കുറവാണ്. ഞാൻ നടുക്ക് നിൽക്കുന്നു, എനിക്ക് പൊക്കവും കുറവാണെങ്കിൽ എനിക്ക് കാണുന്നതിന് ആകെപ്പാടെ ഒരു 10-20 ആളെ കാണാൻ പറ്റുമായിരിക്കും ചുറ്റുമായിട്ട് നിൽക്കുന്ന. അത്രയും തന്നെ സംശയമാണ്. അപ്പോൾ നമുക്ക് അവിടെ കൂടിയിരിക്കുന്നത് 1000-ആണോ 10,000-ആണോ ലക്ഷമാണോ കോടിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 20 പേരെ കാണുമ്പോഴും നമുക്ക് നല്ല ധാരണയുണ്ട്. എത്രയുണ്ട്?
ഇവിടെ 20 എന്നല്ല 200 എന്നല്ല അനന്തമായിട്ട് ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കാണുന്നത് എത്രയാണ് എന്നുള്ളതല്ല ഇവിടെ വിഷയം. അവിടെ ആളുകൾ വളരെ കൂടുതലുണ്ട് എന്ന് നമുക്ക് നല്ലോണം യുക്തി കൊണ്ടറിയാൻ പറ്റും. അനുഭവം കൊണ്ടറിയുന്നത് എക്സ്പീരിയൻഷ്യൽ ലെവലിൽ നമുക്ക് 10 പേരെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷെ അതിന്റെ അനുഭവത്തിന്റെ അപ്പുറത്തേക്കുള്ള യുക്തിയുടെ ലെവലിൽ നമുക്ക് എങ്ങനെ മനസ്സിലാകും? അനന്ത എണ്ണത്തിൽ ആളുകൾ അവിടെ കൂടിയിരിക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ അനന്തം എന്ന് പറയാൻ കാര്യം എന്താണ്? നമുക്കിവിടെ ഒരു ബൗണ്ടറി സ്ഥാപിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ബൗണ്ടറി എവിടെയെങ്കിലും സ്ഥാപിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമുക്കറിയാം അനന്തമായിട്ട് ആളുകൾ കൂടി എന്ന് പറഞ്ഞാലും നമുക്ക് എണ്ണ അറിയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആളുകൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അവിടെ ഒരു പരിധിയുണ്ട്. അല്ലാണ്ട് പ്രപഞ്ചം മുഴുവൻ ഈ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് അങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല. അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ എക്സ്പീരിയൻഷ്യൽ ലെവലിൽ നമുക്ക് കുറച്ചാണ് അറിയുന്നത്. അവരെ കൃത്യമായിട്ട് കാണാം. പിന്നെയോ അതിൻ്റെ ചുറ്റുമായിട്ട് വളരെ വളരെ അധികം ആളുകൾ നിൽക്കുന്നു. അതിൻ്റെ ഒരു ലക്ഷണം കണ്ടിട്ട് നമുക്ക് എത്രയുണ്ടെന്ന് പറയാൻ, എണ്ണത്തെ നിശ്ചയിക്കാൻ നമ്മളുടെ ഒരു ശക്തിക്കും, നമ്മളുടെ ബുദ്ധിക്കോ വേറെ കാൽക്കുലേഷനോ ഒന്നും സാധിക്കാതെ വരുമ്പോൾ അതിനെ അനന്തമായിട്ടുള്ള ഒരു എണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ യുക്തിപരമായിട്ട് നമുക്ക് പറയാൻ കഴിയും അതിന് ബൗണ്ടറി ഉണ്ട്. ഇതുപോലെയാണ് പ്രപഞ്ച അനുഭവം. ചുറ്റുമായിട്ടുള്ള ആ സൃഷ്ടികൾക്ക് അനന്ത എണ്ണത്തിലേക്കാണ് നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അടുത്ത യുക്തി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിനൊരു ബൗണ്ടറി ഉണ്ട്. ഇനി അതെ, ആ ബൗണ്ടറി എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ബൗണ്ടറി ഉണ്ട് എന്ന് എങ്ങനെയാണ് യുക്തി? ഞാൻ എന്ന് പറയുന്ന ഒരു അനുഭവി, ഈ ഞാൻ എന്നുള്ള അനുഭവിയും ഈ അനുഭവങ്ങളും എൻ്റെ ദർശനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഞാൻ അനുഭവിക്കണം. അപ്പോൾ കാഴ്ച, എൻ്റെ ദർശനം എന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഈ ഞാൻ എന്ന അനുഭവി, ആ അനുഭവിയും എൻ്റെ അനുഭവവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ അവിടെ ഒരു വേർതിരിവുണ്ട്. ഞാൻ വേറെ, എൻ്റെ അനുഭവം വേറെ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ഇതിന് ബൗണ്ടറി ഉണ്ട്. ഞാൻ എവിടെയാണോ എൻ്റെ അനുഭവം, ഇത് തമ്മിൽ വേർതിരിവുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വേർതിരിവിനെയാണ് എന്ത് പറയുന്നത്? ബൗണ്ടറി എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ തുടങ്ങിയപ്പോൾ ഇവരില്ല, ഇവര് തുടങ്ങിയപ്പോൾ ഞാനില്ല എന്ന് പറയുന്ന ഒരു അനുഭവം, ആ ബൗണ്ടറി അനുഭവമായിട്ട് ഇടുന്നത്. ഒരു ബൗണ്ടറി ഇടുമ്പോൾ എന്താണ്? തിരിച്ചപ്പോൾ എത്രയായിട്ടാണ് തിരിച്ചത്? അനുഭവിയും അനുഭവവുമായിട്ട് തിരിച്ചപ്പോൾ എത്രയാണ്? അനുഭവി ഒന്നും, അനുഭവമോ? അനുഭവം അനന്ത സൃഷ്ടികളുമായി. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ചുറ്റുമായിട്ട് അനന്തമായിട്ടുള്ള എണ്ണത്തിൽ വിരാജിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലേക്ക് വരുമ്പോഴാണ് വീണ്ടും നമ്മൾ ആ ഭഗവത്ഗീത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ, അതിലേക്ക് വീണ്ടും എത്തുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേക്ക് ഇത് മതി. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ, നമഃ ശിവായ.